ഹലോ എവ്രി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് UGC നെറ്റിന്റെ കഴിഞ്ഞ സൈക്കിളിലായിട്ട് നടന്നിട്ടുള്ള കുറച്ച് PYQs ആണ്. PYQs ഒരുപാട് പേരില്ല, കുറച്ച് പേര് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. എങ്കിൽ കൂടി PYQs സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഒരു കാര്യം പറയാം. എപ്പോഴും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ മീൻസ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന്റെ ആൻസർ ചാറ്റിൽ ഇടുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ആവുമ്പോൾ എപ്പോഴും PYQ സെഷൻ ചെയ്യുമ്പോൾ ആക്റ്റീവ് ആയിരിക്കാം, എന്നാൽ മാത്രമേ നമുക്ക് ബോറടി ഇല്ലാണ്ട് സെഷൻ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഒരു മിനിറ്റ്. ഓക്കെ. First question, which are the RBI notified domestic accredited credit rating agencies? എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? RBI നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഡൊമസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വാട്ട് ഇസ് ഡൊമസ്റ്റിക്? നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും. ഡൊമസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കകത്തുള്ള, വിത്തിൻ ദ കൺട്രി എന്നുള്ളതാണ് ഡൊമസ്റ്റിക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ. RBI നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഡൊമസ്റ്റിക് അക്രിഡിയേറ്റഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തത് ഓപ്ഷൻസ് ആർ ഫിച്ച് റേറ്റിംഗ്സ്, Acuit Ratings, CRISIL Ratings, Standard and Poor's, and finally Moody's. Choose the correct answer from the options given below. Options are B and C, C and D, option C, A and C, option D, C and E. ഇതിന്റെ ആൻസർ ആർക്കെങ്കിലും പറയാൻ വേണ്ടി പറ്റുമോ? അല്ലെങ്കിൽ ജസ്റ്റ് ചാറ്റിലിട്ടാലും മതി. എന്തായിരിക്കും ഇതിന്റെ ആൻസർ? ഒരാൾ ഇട്ടിട്ടുണ്ട് ഓപ്ഷൻ ബി എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ബി, അതായത് സിയും ഡിയും എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ, ക്രിസിൽ റേറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് ക്രിസിൽ റേറ്റിംഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസിൽ എന്തായാലും ഉണ്ടായിരിക്കും എന്ന് നമുക്കറിയാലോ. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്നാന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണോ എന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ ബി ആൻഡ് സി, ദാറ്റ് ഇസ് അക്വിറ്റ് റേറ്റിംഗ്സ് ആൻഡ് ക്രിസിൽ റേറ്റിംഗ്സ്, ഇത് രണ്ടെണ്ണമാണ് RBI നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഇന്ത്യക്കകത്തുള്ള ഡൊമസ്റ്റിക് അക്രിഡിയേറ്റഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത്. ഫിച്ച് ആയിക്കോട്ടെ, സ്റ്റാൻഡേർഡ് ആൻഡ് പോഴ്സ് ആയിക്കോട്ടെ, മൂഡീസ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ആണ്. ഓക്കെ. ഏതൊക്കെയാണ്? അക്വിറ്റും ക്രിസിലുമാണ് RBI നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഡൊമസ്റ്റിക് അക്രിഡിയേറ്റഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ഇന്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. ഇനി നോക്കാം, നിങ്ങൾക്കറിയോ എന്താണ് ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത്? വാട്ട് ഈസ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി? അറിയോ? ആർക്കെങ്കിലും അറിയോ എന്താണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത്? നമ്മൾ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകുന്നില്ല, എങ്കിൽ കൂടി നോക്കിക്കോ. എ എന്ന് പറയുന്ന ഞാൻ, ഓക്കെ, എ എന്ന് പറയുന്ന ഞാനൊരു ലെൻഡർ ആണ്. ഞാൻ ബി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക്, ഒരു ഇൻഡിവിജ്വലിന് കടം കൊടുക്കുന്നു. ഞാൻ ലെൻഡ് ചെയ്യുന്നു. ഐ എം എ ലെൻഡർ, ഞാനൊരു ലെൻഡർ ആണ്. സോ സ്വാഭാവികമായിട്ടും എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ബി എന്ന് പറയുന്ന ആള് എനിക്ക് ഈ കടം തിരിച്ചു തരുമോ, റീപേയിങ് കപ്പാസിറ്റി ഉണ്ടോ? ഇത്തരത്തില് എ എന്ന് പറയുന്ന ഞാന് ഒരു ബി എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് ഞാനൊരു ലെൻഡർ ആണെങ്കിൽ ഞാൻ വേറൊരു ബി എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലിന് കൊടുക്കുകയാണ്. ഇനി ഞാനൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഞാൻ ബി എന്ന് പറയുന്ന വേറൊരു കമ്പനിയിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഒരു മിനിറ്റ്. Can I credit from bank the capacity of a person to borrow? എന്താ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല. ക്രെഡിറ്റ് റേറ്റിംഗ് എന്നാണോ പറഞ്ഞത്? ക്രെഡിറ്റ് റേറ്റിംഗ് എന്നാണോ പറഞ്ഞത്? ഓക്കെ, ഞാൻ പറയുന്നുണ്ട്, നോക്കിക്കോ, ശ്രദ്ധിച്ചോ. എ എന്ന് പറയുന്ന ഞാന്, ഓക്കെ, എ എന്ന് പറയുന്ന ഞാനൊരു ലെൻഡർ ആണ്. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? കടം കൊടുക്കുന്നു. അപ്പോൾ ഇയാള് തിരിച്ചു തരാനുള്ള ആ ഒരു റീപേയിങ് കപ്പാസിറ്റീനെ
റേറ്റ് ചെയ്യുന്നതിനെയാണ് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് എ എന്ന് പറയുന്ന ഞാൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിന് കൊടുക്കുന്നതിന് പുറമെ ഞാൻ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഒരു കമ്പനിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഞാൻ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ആസ് എൻ ഇൻവെസ്റ്റർ ഇൻ ഫ്യൂച്ചറിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത മണീന്റെ കൂടെ എനിക്ക് എന്തും കൂടി കിട്ടേണ്ടതുണ്ട്, പ്രോഫിറ്റും കൂടി കിട്ടണം അല്ലെ? അപ്പോ ഈ ബി എന്ന് പറയുന്ന ഈ കമ്പനിക്ക് ഭാവിയിൽ ഇൻ ഫ്യൂച്ചറിൽ എനിക്ക് തിരിച്ചു തരാനുള്ള റീപേയിങ് കപ്പാസിറ്റീനെ റേറ്റ് ചെയ്യുന്നതിനെയാണ് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ആക്ച്വലി ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? ക്രെഡിറ്റ് റേറ്റിംഗ് എന്താന്നുള്ളത് ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ഞാനൊരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ഒരു കമ്പനിയിലോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർ തിരിച്ചു തരാനുള്ള റീപേയിങ് കപ്പാസിറ്റീനെ റേറ്റ് ചെയ്യുന്നതിനെയാണ് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് ഏതാണ്? ഇന്ത്യയിലെ ക്രിസിൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്രിസിലിന് പുറമെ നമുക്ക് വേറെയും 7 ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? അക്വിറ്റ് റേറ്റിംഗ് റിസർച്ച് ലിമിറ്റഡ്, CARE, ക്രിസിൽ റേറ്റിംഗ് ലിമിറ്റഡ്, ICRA ലിമിറ്റഡ്, ഇന്ത്യ റേറ്റിംഗ്സ് ആൻഡ് റിസർച്ച് പ്രൈവറ്റ് ലിമിറ്റഡ്, ബ്രിക്ക് വർക്ക്സ് റേറ്റിംഗ് ആൻഡ് ഇൻഫോമെറിക്സ് വാല്യുവേഷൻ ആൻഡ് റേറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. അങ്ങനെ പ്രധാനപ്പെട്ട 7ഓളം ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഉണ്ട് നമുക്ക്. ഓക്കെ, വാട്ട് ഇസ് സിബിൽ സ്കോർ? സിബിൽ മനസ്സിലായിട്ടില്ല, അതെന്താ ഉദ്ദേശിക്കുന്നത്? അതൊരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ആണെന്നാണോ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇതിന് പുറമെ ഒരുപാട് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഉണ്ട്. വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. 7ഓളം എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് ഇനിയും ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഉണ്ട്. ഇതിൽ തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ് ബ്രിക്ക് വർക്ക് റേറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിൽ 2007 കൊൽക്കത്തയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ആയിരുന്നു. പക്ഷേ 2022 സെബിയുടെ ഓർഡറും കാര്യങ്ങളും ഒന്നും ബ്രിക്ക് വർക്ക്സ് റേറ്റിംഗ് ഏജൻസി അനുസരിക്കാത്തത് കൊണ്ട് ഇവരുടെ ക്രെഡിറ്റ് റേറ്റ് ചെയ്യാനുള്ള ലൈസൻസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു 2022. പക്ഷേ 2023 ആ ഒരു ലൈസൻസ് ക്യാൻസലേഷൻ റദ്ദാക്കിക്കൊണ്ട് വീണ്ടും ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി തന്നെയാണ് ബ്രിക്ക് വർക്ക് റേറ്റിംഗ് എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ വരരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നിങ്ങളെ കൺഫ്യൂഷൻ അടുപ്പിക്കാൻ വേണ്ടി ബ്രിക്ക് വർക്ക് റേറ്റിംഗ് എന്ന് തരാം. നിങ്ങൾ റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം. ബ്രിക്ക് വർക്ക് റേറ്റിംഗ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ആണോ, അതിന്റെ ലൈസൻസ് കട്ടാക്കിയിട്ടില്ലേ എന്നുള്ള ഒരു സംശയം വരാം. പക്ഷെ ഇപ്പോൾ ബ്രിക്ക് വർക്ക് റേറ്റിംഗിന്റെ ലൈസൻസ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റിമൂവ് ചെയ്തിട്ടുണ്ട്. നൗ ഇറ്റ് ബിക്കം എ ഫുൾ ഫ്ലെഡ്ജ്ഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്. മറ്റ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിക്കുള്ള എല്ലാ ഫങ്ഷൻസും ബ്രിക്ക് വർക്ക് റേറ്റിംഗിന് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ബി ആൻഡ് സി എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് പോയാലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ ഇതൊന്ന് മായ്ച്ചോട്ടെ. ഇത് കാണുമ്പോൾ എന്തോ ഒരു വൃത്തികേട് പോലെ. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വാല്യൂസ് is not a part of octopage framework. octopage frameworkന്റെ പാർട്ടിൽ വരാത്ത which one of the following values is not a part of octopage framework? അതായത് ഇതുപോലെ UGC നെറ്റിന്റെ
ഒരു ഇതാണ്. നമ്മൾ ചിലപ്പം എത്ര ഒരുപാട് തിയറീസ് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത, നമ്മൾ പഠിക്കാത്ത തിയറി ആയിരിക്കും ചിലപ്പം ചോദിക്കുക. അതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് ഇതിനെ ഫീൽ ചെയ്യുന്നത്. ഒക്ടപേസ് എന്ന് പറയുന്ന നമ്മളെ വാല്യൂസിൽ ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് ഒക്ടപേസ് ഫ്രെയിംവർക്കിൽ വരാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഇതിനെ പറ്റിയിട്ട്? ഇല്ലെങ്കിൽ ഞാൻ നേരെ ഡയറക്റ്റ് ആയിട്ട് ആൻസറിലോട്ടേക്ക് പോവാം. 1 മിനിറ്റ് സമയം തരാം. നമുക്ക് സമയം ഒരുപാട് എടുക്കാൻ സമയമില്ല കേട്ടോ. നമുക്കൊരു കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഐഡിയ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. എനിക്ക് തോന്നുന്നത് നിങ്ങൾ അങ്ങനെ കേട്ടിട്ടില്ലായിരിക്കും. കേട്ടിട്ടുണ്ടോ? It's not international business related. It's related to organizational culture. ഓർഗനൈസേഷണൽ കൾച്ചറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണിത്, ഒരു ഫ്രെയിം വർക്കാണിത്. ഇതിന്റെ ആൻസർ വരുന്നത് ഇതിന്റെ ആൻസർ വരുന്നത് എക്സ്റ്റൻഷൻ എന്നുള്ളതാണ്. ഇത് ഒക്ടപേസ് പ്രൊഫൈൽ അല്ലെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് യുപാർക്ക് എന്ന് പറയുന്ന ഒരു മാനേജറിയൽ ഇക്കോണമിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന് പറയുന്നതിന് പ്രധാനമായിട്ടും 8 പില്ലേഴ്സ് ആണുള്ളത്. അത് ഏതൊക്കെയാണ്? എന്താണ് ഈ ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന് പറയുന്നത്? വാട്ട് ഈസ് ഓർഗനൈസേഷണൽ കൾച്ചർ? ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന് പറയുന്നത് it's a collection of values, expectation and practices that guides the actions of all other team members. അതായത് ഒരു ഫേം ഫോളോ ചെയ്യുന്ന കുറച്ച് വാല്യൂസ് ആൻഡ് എക്സ്പെക്ടേഷൻ ആണ്. അത് എന്ത് ചെയ്യേണ്ടതുണ്ട്? ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സിനെയും ഗൈഡ് ചെയ്യുന്ന, ഇൻഫോം ചെയ്യുന്ന രീതിയിലോട്ടേക്ക് ഒരു ഫേം ഫോളോ ചെയ്യുന്ന കുറച്ച് വാല്യൂസ് അല്ലെങ്കിൽ പ്രാക്ടീസസ് അല്ലെങ്കിൽ എക്സ്പെക്ടേഷനെയാണ് ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന് പറയുന്നത്. ഒക്ടപേസ് പ്രൊഫൈൽ പ്രകാരം 8 സ്ട്രോങ് പില്ലേഴ്സ് ആണുള്ളത്. ഇത് എന്താ പറയാ, ബൈഹാർട്ട് ചെയ്യാന്നുള്ളത് മാത്രമാണ് ഇതിന്റെ ഒരു ഇതുള്ളത്. ഓപ്പൺനെസ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കൺഫ്രണ്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വാട്ട് ഇസ് കൺഫ്രണ്ടേഷൻ? അറിയോ ആർക്കെങ്കിലും? കൺഫ്രണ്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റുമുട്ടൽ, കോമ്പറ്റീഷൻ എന്നാണ് കേട്ടോ അതിന്റെ അർത്ഥം. പിന്നെ അടുത്തത് വരുന്നത് ട്രസ്റ്റ്. നെക്സ്റ്റ് ഓതന്റിസിറ്റി. പ്രോ ആക്ഷൻസ്, അതായത് ഒരു കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി മുന്നിട്ടിറങ്ങുക. പ്രോ ആക്ഷൻസ്. ഓട്ടോണമി, കംപ്ലീറ്റ് ഫ്രീഡം. നമ്മളെ ആക്ഷൻസിന് വി ആർ ഗെറ്റിംഗ് ദ കംപ്ലീറ്റ് ഫ്രീഡം. കൊലാബറേഷൻസ്, നമ്മളെ വർക്ക് വേറൊരു വർക്കുമായിട്ട് നമ്മൾ കൊലാബറേറ്റ് ചെയ്യുന്നു. എക്സ്പെരിമെന്റേഷൻ, പരീക്ഷണം. അദ്ദേഹത്തിന്റെ യുപാർക്കിന്റെ അഭിപ്രായ പ്രകാരം ഓർഗനൈസേഷന് 8 പില്ലേഴ്സ് ആണ് ഉള്ളത്. സോ ഇത്രയും പില്ലേഴ്സ് ആണ് അടങ്ങിയിട്ടുള്ളത്. ഇതിൽ ഓപ്ഷൻ ബി എക്സ്റ്റൻഷൻ എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഇത് നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പമാർഗം. ഇത് നമ്മൾ ഇങ്ങനെ പഠിക്കാനേ നിവൃത്തിയുള്ളൂ, ബൈഹാർട്ട് ചെയ്യാന്നുള്ളതേ നിവൃത്തിയുള്ളൂ. ഒക്ടോപ്പസ്. O എന്ന് പറയുന്നത് ഓപ്പൺനെസ് ആണ്. C കൺഫ്രണ്ടേഷൻ. T എന്ന് പറയുന്ന ട്രസ്റ്റ്. A ഓതന്റിസിറ്റി. P പ്രോ ആക്ഷൻസ്. A ഓട്ടോണമി. C കൊലാബറേഷൻസ് ആൻഡ് E എന്ന് പറയുന്നത് എക്സ്പെരിമെന്റേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് മൂവ് ചെയ്താലോ? പോയിക്കോട്ടെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് പോവല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക്. ഓക്കെ, വെയിറ്റടാ, ഞാനൊന്ന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. A and B are equal partners. A and B are equal partners. When partnership is dissolved, their capitals are, ഞാൻ വായിക്കുമ്പോൾ നിങ്ങളും കൂടെ വായിക്കണേ. Their capitals are 40,000 and ₹50,000 respectively. After all assets are sold and liabilities paid, there is a cash balance of ₹80,000. What is the amount of profit or loss on realization? നോക്കിക്കോ, ഓപ്ഷൻസ് വായിച്ചു നോക്കിയേ. പ്രോഫിറ്റ് 10,000, പ്രോഫിറ്റ് 20,000, പ്രോഫിറ്റ് 30,000 ആൻഡ് ലോസ് 10,000. വളരെ എളുപ്പമാണ്, ഒന്ന് ചെയ്ത് നോക്കിയേ. നോക്കിക്കോ, ഒരു ഫേം ഡിസോൾവ് ചെയ്യുന്ന സമയത്ത്, ഒരു ഡിസോൾവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു ഫേമിനെ ഡിസോൾവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു ഫേം ക്ലോസിങ് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് മേ ബി ബിക്കോസ് ഓഫ് ഒന്നിക്കല്
ഡെത്ത് സംഭവിച്ചിട്ടാവാം, അല്ലെങ്കിൽ കോർട്ട് ഓർഡർ വഴിയാവാം. ഒരു ഫേം ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് എ ആൻഡ് ബി രണ്ടുപേരും ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്. അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 40,000 ആൻഡ് 50,000 ആണ്. ഇനി ഒരു ഫേം ക്ലോസ് ചെയ്യുന്ന സമയത്ത് അവരുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് പേ ചെയ്തിട്ട് റിമൈനിങ് ക്യാഷ് ബാലൻസ് വരുന്നത് 80,000 ആണ്. അവരുടെ റിയലൈസേഷന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? എന്തായിരിക്കും ഇതിന്റെ ആൻസർ? 1 മിനിറ്റ് സമയം തരാം. ഒരുപാട് സമയമില്ല കേട്ടോ, അതുകൊണ്ടാണ്. സോറി, ആർക്കും ഇതിന്റെ ആൻസർ കിട്ടുന്നില്ല? ഓക്കെ, നോ പ്രോബ്ലം. നമുക്ക് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പഠിക്കാം. പഠിക്കാനാണല്ലോ നമ്മൾ ഓരോന്നിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കട്ടെ, ഒരു മിനിറ്റ്. ഇതിന്റെ ആൻസർ വരുന്നത് ₹10,000 ലോസ് ആണ്. നോക്കിക്കോ, ഇതെങ്ങനെയാണ് വരുന്നത് നോക്കാം നമുക്ക്. എ ആൻഡ് ബി എന്ന് പറയുന്ന ആള് ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്. അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 40,000 പ്ലസ് 50,000 ആണ്. ഓക്കെ, അത് രണ്ടും കൂടി കൂട്ടിയാൽ യു വിൽ ഗെറ്റ് 90,000. ഒരു കമ്പനി ക്ലോസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചോണേ, ഒരു കമ്പനി ക്ലോസ് ചെയ്യുന്ന സമയത്ത് വൈൻഡപ്പ് ചെയ്യുന്ന ഇതിനെയാണ് പറയുന്നത് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നതിനെയാണ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറയുന്നത്. ആ സമയത്ത് കമ്പനി അല്ല കേട്ടോ, ഫേം. ഒരു ഫേം ക്ലോസ് ചെയ്യുന്നതിനെയാണ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് എന്ത് ചെയ്യേണ്ടതുണ്ട്? അസറ്റ്സ് സോൾഡ് ചെയ്തിട്ട്, ഒരു ഫേമിന്റെ കയ്യിൽ എത്ര അസറ്റ്സ് ഉണ്ടോ അത് സോൾഡ് ചെയ്തിട്ടായിരിക്കണം ആ ഒരു ഫേമിന്റെ ലയബിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പേ ചെയ്യേണ്ടത്. അസറ്റ് സോൾഡ് ചെയ്ത് ലയബിലിറ്റീസ് പേ ചെയ്തതിന്റെ ഭാഗമായിട്ട് റിമൈനിങ് വന്ന ക്യാഷ് എത്രയാണ്? 80,000. ഓക്കെ, 90,000 80,000. അപ്പോ റിയലൈസേഷൻ ലോസ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആർക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്? നമ്മൾ പാർട്ട്നേഴ്സിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്യാപിറ്റൽ കൊടുക്കേണ്ടത്. നമുക്ക് ഫൈനൽ വരുന്ന ക്യാഷ് എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ? നമ്മുടെ ഫേമിന് കിട്ടുന്ന ക്യാഷ് എത്രയേ ഉള്ളൂ? ബാക്കിയുള്ള എല്ലാ അസറ്റും ലയബിലിറ്റീസും ഒക്കെ പേ ചെയ്തിട്ട് നമ്മുടെ ഫേമിന് കിട്ടുന്ന എത്രയേ ഉള്ളൂ? 80,000 ഉള്ളൂ. സോ നമുക്ക് എത്രയാ വരുന്നത്? 10,000 ലോസ് ആണ് വരുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓക്കെ, ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കമ്പനി ക്ലോസ് ചെയ്യുന്നതിനെയാണ്, വീണ്ടും ഞാൻ കമ്പനി എന്ന് തന്നെ പറഞ്ഞു പോയി, ഫേം ക്ലോസ് ചെയ്യുന്നതിനെയാണ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറയുന്നത്. ആ സമയത്ത് ഒരു കമ്പനിയുടെ അസറ്റ്സ് സോൾഡ് ചെയ്തിട്ട് ലയബിലിറ്റീസ് പേ ചെയ്യേണ്ടതുണ്ട്. എന്നിട്ടാണ് കമ്പനി ഡിസൊല്യൂഷൻ ഓഫ് ഫേമിന്റെ സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിന്റെ പേരാണ് എന്ത്? ഒരു കമ്പനി ഡിസൊല്യൂഷൻ ചെയ്യുന്ന കമ്പനിയല്ല, ഫേം. ഒരു ഫേം ഡിസൊല്യൂഷൻ ചെയ്യുമ്പോൾ, ക്ലോസ് ഡൗൺ ചെയ്യുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിന്റെ പേരാണ് റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിയലൈസേഷൻ അക്കൗണ്ട്, അതായത് ഒരു കമ്പനിയുടെ അസറ്റ് സോൾഡ് ചെയ്ത് ലയബിലിറ്റീസ് പേ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് എത്ര എമൗണ്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഈ റിയലൈസേഷൻ അക്കൗണ്ടിൽ എപ്പോഴും ബുക്ക് വാല്യൂലാണ്, ഇപ്പോൾ ഒരു അസറ്റിന്റെ ബുക്ക് വാല്യൂലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നത്. ശ്രദ്ധിക്കണേ, ചിലപ്പോൾ കൺഫ്യൂഷൻ ക്വസ്റ്റ്യനിൽ ഇങ്ങനൊരു ഇത് വരാം. അതുകൊണ്ടാണ് ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. റിയലൈസേഷൻ ഫേം ഡിസൊല്യൂഷൻ ചെയ്യുന്ന സമയത്ത് വെൻ വി ആർ പ്രിപ്പയറിംഗ് ദ റിയലൈസേഷൻ അക്കൗണ്ട് വി ആർ റെക്കോർഡിംഗ് ഓൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓൺലി ഇൻ ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അതിന്റെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, അത് പർച്ചേസ് ചെയ്യുന്ന സമയത്തുള്ള കോസ്റ്റിനെയാണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് 10,000 ലോസ് എന്നുള്ളതാണ്. ഷാൾ ഐ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് പോവാം.
വെയിറ്റ്, ഞാൻ ഇതൊന്ന് മായ്ച്ചോട്ടെ. ഓക്കെ ഓക്കെയാ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് പോവാം. Next question. Substitution effect is usually larger than income effect in real world because option A, consumer consumes usually കൺസ്യൂമർ എന്നാണ്, ഞാനത് ടൈപ്പ് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്ക് ആണ്. കൺസ്യൂമർ യൂഷ്വലി സ്പെൻഡ്സ് ഓൺലി എ സ്മോൾ പോർഷൻ ഓഫ് ഇൻകം ഓൺ എനി വൺ കമോഡിറ്റി. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് കൺസ്യൂമർ ഓഫൺ കൺസ്യൂംസ് എ സ്മോൾ നമ്പർ ഓഫ് കമോഡിറ്റീസ്. ഓപ്ഷൻ സി, കൺസ്യൂമർ ഓൺലി സ്പെൻഡ്സ് സ്മോൾ പോർഷൻ ഓഫ് ഇൻകം ഓർ കൺസംഷൻ. ഓപ്ഷൻ ഡി, കൺസ്യൂമേഴ്സ് ഇൻകം ഈസ് റിലേറ്റീവ്ലി സ്മോളർ ഇൻ റിലേഷൻ ടു ദ കൺസംഷൻ. ഇതിന് ആൻസർ എന്തായിരിക്കും? എക്കണോമിക്സിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ആർക്കും ഒരു ഐഡിയ ഇല്ല? നോക്കട്ടെ. ഡി. ഒരാൾ പറഞ്ഞു ഡി. നോക്കാം നമുക്ക്. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ എ എന്നുള്ളതാണ്. ഓപ്ഷൻ എ, ദാറ്റ് ഇസ് കൺസ്യൂമർ സ്പെൻഡ്സ് ഓൺലി സ്മോൾ പോർഷൻ ഓഫ് ഇൻകം ഓൺ എനി വൺ കമോഡിറ്റി. ഒരാൾ പറഞ്ഞത് ഡി എന്നുള്ളതാണ്. കൺസ്യൂമേഴ്സ് ഇൻകം ഈസ് റിലേറ്റീവ്ലി സ്മോളർ ഇൻ റിലേഷൻ ടു ദ കൺസംഷൻ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? കൺസ്യൂമറിന് കൺസംഷനേക്കാളും കുറവാണ് എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റുമോ? ഒരിക്കലുമില്ല. അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പറയാനൊന്നും പറ്റില്ല. നോക്കിക്കോ, എന്താണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്, വാട്ട് ഇസ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്? ഞാൻ ഓർത്തു വെക്കുന്ന ഒരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഓർത്തു വെക്കാറുള്ളത്, സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട്, അതായത് ഇവിടെ കണ്ടോ ഈ രണ്ട് ടി ഇവിടെ ഉണ്ട്. അപ്പൊ ടി അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് ടീ ആൻഡ് കോഫി എന്ന് പറയുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ. നോക്കിക്കോ, ടീന്റെ പ്രൈസ് കൂടുമ്പോ when price of tea increases, quantity demanded of coffee will increase. ടീയുടെ പ്രൈസ് കൂടുമ്പോൾ കോഫിയുടെ ഡിമാൻഡ് കൂടും. സോ ദർ ഇസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഇൻ കേസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ഇനി എന്താണ് ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത്? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻകം, നോ ചേഞ്ച് ഇൻ പ്രൈസ്. എന്താണ് പറയുന്നത്? 10,000 രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരാളുടെ സാലറി കൂടി 11,000 ആയെന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ടും അയാളുടെ പർച്ചേസിങ് പവർ അല്ലെങ്കിൽ റിയൽ ഇൻകം കൂടും. സോ ആ ഒരു സെയിം പ്രൈസിന് തന്നെ ഹി ക്യാൻ ബൈ മോർ. കാരണം ഓൺലി ബിക്കോസ് ആ ഒരു ഇൻകം ആണ് അവിടെ കൂടിയിട്ടുള്ളത്. അതാണ് ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മൂലം ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അവിടെ പ്രൈസിന് ഒരു റോളും ഇല്ല. ഇതാണ് ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ എന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആണ് യൂഷ്വലി ലാർജർ ദാൻ ഇൻകം എഫക്ട് ഇൻ റിയൽ വേൾഡ്. റിയൽ വേൾഡിൽ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആണ് ഇൻകം എഫക്റ്റിനെക്കാളും കൂടുതൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ആൻസർ വരുന്നത്, കാരണം എന്താ? കൺസ്യൂമർ യൂഷ്വലി സ്പെൻസ് ഒരു പെർട്ടിക്കുലർ കമോഡിറ്റിക്ക് വേണ്ടിയിട്ട്, ഒരു പെർട്ടിക്കുലർ കമോഡിറ്റിക്ക് വേണ്ടിയിട്ട് കൺസ്യൂമർ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു പ്രപ്പോർഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്നത്, കൺസ്യൂമർ യൂഷ്വലി സ്പെൻഡ്സ് ഓൺലി എ സ്മോൾ പ്രപ്പോർഷൻ ഓഫ് ഇൻകം ഓൺ എ പെർട്ടിക്കുലർ കമോഡിറ്റി. ഒരു പെർട്ടിക്കുലർ കമോഡിറ്റിക്ക് കൺസ്യൂമർ സ്പെൻഡ് ചെയ്യുന്ന ഇൻകം എന്ന് പറയുന്നത് പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് പറയണം. ഓൺ എ പെർട്ടിക്കുലർ കമോഡിറ്റി കൺസ്യൂമർ സ്പെൻഡ് ചെയ്യുന്ന ഇൻകം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ഇതാണ് അതിന് കാരണം. ഓപ്ഷൻ എ. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ, കൺസ്യൂമർ ഓഫൺ കൺസ്യൂം സ്മോൾ നമ്പർ ഓഫ് കമോഡിറ്റി. കൺസ്യൂമർ എപ്പോഴും കുറച്ച് നമ്പർ ഓഫ് കമോഡിറ്റീസ് മാത്രമേ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റുമോ? ഇല്ല. പിന്നെ നോക്കിയേ, കൺസ്യൂമർ ഓൺലി സ്പെൻഡ് സ്മോൾ പോർഷൻ ഓഫ് ഇൻകം ഓർ കൺസംഷൻ. അവരുടെ ഇൻകത്തിന്റെ സ്മോൾ പോർഷൻ മാത്രമേ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഒരിക്കലും ഇല്ല. അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് പറയാം? ഒരു പെർട്ടിക്കുലർ കമോഡിറ്റിക്ക് വേണ്ടി കൺസ്യൂമർ ഒരു സ്മോൾ പ്രപ്പോർഷൻ ഓഫ് ഇൻകം മാത്രമേ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്ന് നമുക്ക് പറയാം. ഇനി ലാസ്റ്റ് നമ്മൾ ഒരാൾ ആൻസർ പറഞ്ഞ പോലെ കൺസ്യൂമർ ഇൻകം ഇസ് റിലേറ്റീവ്ലി സ്മോളർ ഇൻ റിലേറ്റഡ് ടു ദ കൺസംഷൻ. അങ്ങനെ നമുക്ക് ഒരു
ഒന്നോ രണ്ടോ കേസിൽ പറയാം, പക്ഷെ മെജോറിറ്റി കേസിൽ നമുക്ക് അത് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനിൽ എപ്പോഴും UGC നെറ്റിൽ നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും ബെസ്റ്റ് അതാണ് നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. കൺസ്യൂമർ യൂഷ്വലി സ്പെൻഡ്സ് ഓൺലി സ്മോൾ പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം ഓൺ പെർട്ടിക്കുലർ കമോഡിറ്റി, അല്ലെങ്കിൽ ഒരു സിംഗിൾ കമോഡിറ്റിക്ക് വേണ്ടി കൺസ്യൂമർ ഒരു ചെറിയൊരു പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം മാത്രമേ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് പോയാലോ? ഓക്കെ, ക്വസ്റ്റ്യൻ which one of the following is a fully owned subsidiary of RBI? ഓക്കെ, നിങ്ങൾ കുറച്ച് സാധാരണഗതിയിൽ ഇത് RBIയുടെ സബ്സിഡറീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു UGC നെറ്റിന്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല, പക്ഷെ എന്തുകൊണ്ടോന്നറിയില്ല UGC നെറ്റിൽ ഇപ്പം അധികം അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്ത ഏരിയയിലാണ് അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുള്ളത്. ഒരു മിനിറ്റ്, ഇതിന്റെ ഓപ്ഷൻ ഡി. ഓക്കെ, ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി തന്നെയാണ്. വളരെ കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് RBIയുടെ ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കിയേ. RBIയുടെ സബ്സിഡറീസ് ഏതൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, ഒന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കാനാണ് സമയം തന്നത്. ഓക്കെ, RBI ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? RBI നിലവിൽ വന്ന വർഷം ഏതാണ്? വെൻ വാസ് RBI എസ്റ്റാബ്ലിഷ്ഡ്? യെസ്, 1935 RBI എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. RBIയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ? നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം. ഇതൊക്കെയാണ് കേട്ടോ UGC നെറ്റിന്റെ ഫേവറേറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്വസ്റ്റ്യനിലെ സബ്സിഡീസ് നോട്ട് ഇഷ്യൂ. ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ബാങ്കർ ടു ദ ഗവൺമെന്റ്, ഫിനാൻഷ്യൽ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് RBIക്ക്. ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് RBIയുടെ സബ്സിഡറീസ് ആണ്. RBIക്ക് പ്രധാനമായിട്ടും 4 സബ്സിഡറീസ് ആണുള്ളത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ദാറ്റ് ഇസ് DICGC. ബൈ ഹാർട്ട് ചെയ്യുക, ചിലപ്പം ചോദിക്കാം. DICGC. അതായത് ഇവരുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത് RBI ഡെപ്പോസിറ്റിന്റെ, അതായത് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ചെയ്യുക, അല്ലെങ്കിൽ RBI ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഓഫ് ഡെപ്പോസിറ്റ്, അല്ലെങ്കിൽ ഇൻഷുറൻസ് ഫെസിലിറ്റി. ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് എന്നാണല്ലോ ഈ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ RBIന്റെ ഡെപ്പോസിറ്റ്
ഗ്യാരണ്ടി ഓഫ് ഡെപ്പോസിറ്റ്സ്, ബാങ്കിലുള്ള ഗ്യാരണ്ടി ഓഫ് ഡെപ്പോസിറ്റ്സ് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് DICGC പ്രധാനമായിട്ടും ചെയ്യുന്നത്. അടുത്ത ഒരു സബ്സിഡറീസ് എന്ന് പറയുന്നത് ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്ര പ്രൈവറ്റ് ലിമിറ്റഡ്, RBIക്ക് വേണ്ടിയിട്ട് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്, അതായത് കറൻസി പ്രിന്റ് ആൻഡ് സപ്ലൈ ചെയ്യുന്നത് ആരാണ്? RBIയുടെ സബ്സിഡറി ആയിട്ടുള്ള BRBNMPL, ദാറ്റ് ഇസ് ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്ര പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതിന്റെ ഓരോന്നിനും പേര് തന്നെ ഉണ്ട് കേട്ടോ. DICG ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആണ്. ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ BRBNMPL നോട്ട് ഇഷ്യൂ ആണ് ചെയ്യുന്നത്. ഇനി റെബിറ്റ് എന്താണ് ചെയ്യുന്നത്? റിസർവ് ബാങ്ക് ഇൻഫർമേഷൻ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്താണ് ചെയ്യുന്നത്? ഇവര് RBIയുടെ IT റിക്വയർമെന്റ്സ് ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് മീറ്റ് ചെയ്യുന്നതാണ് ആര് ചെയ്യുന്നത്? റെബിറ്റ് ചെയ്യുന്നത്. ഇഫ്താസ് ചെയ്യുന്നത് RBIക്ക് IT റിലേറ്റഡ് സർവീസ് കൊടുക്കുക, ഇന്ത്യൻ ഫിനാൻഷ്യൽ ടെക്നോളജി ആൻഡ് അലൈഡ് സർവീസസ്. ബൈ ഹാർട്ട് ചെയ്യുക, ചിലപ്പം ചോദിക്കാം. ഇത് ഓരോ DICGC എന്നാൽ ഫുൾ ഫോം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ, എന്നാൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ പറയാൻ പറ്റും. DICGC കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആണ്. BRBNMPL എന്ന് പറയുന്നത് നോട്ട് ഇഷ്യൂ ചെയ്യുക, RBIക്ക് വേണ്ടി നോട്ട് ഇഷ്യൂ ചെയ്യുക. റെബിറ്റ് ചെയ്യുന്നത് IT റിക്വയർമെന്റ്സ് ആൻഡ് സെക്യൂരിറ്റി റിലേറ്റഡ്. ഇവർ ചെയ്യുന്നത്, ഇഫ്താസ് ചെയ്യുന്നത് IT റിലേറ്റഡ് സർവീസസ് ആണ് ഇവർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് പോയാലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വെയിറ്റ്. Which one of the advertising planning strategies is suitable for cars and appliances? കാർസ് ആൻഡ് അപ്ലയൻസസിന് ഏത് അഡ്വർടൈസിങ് സ്ട്രാറ്റജീസ് ആണ് സ്യൂട്ടബിൾ എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഇൻഫോർമേറ്റീവ് സ്ട്രാറ്റജി, B എഫക്റ്റീവ് സ്ട്രാറ്റജി, C ഹാബിച്വൽ സ്ട്രാറ്റജി, D സാറ്റിസ്ഫാക്ഷൻ സ്ട്രാറ്റജി. നിങ്ങൾ ഒരു ഗസ് ചെയ്ത് എന്തായിരിക്കും ഇതിന്റെ ആൻസർ? 1 മിനിറ്റ് സമയം. B എഫക്റ്റീവ് സ്ട്രാറ്റജി. ഓക്കെ, ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഇൻഫോർമേറ്റീവ് സ്ട്രാറ്റജി എന്നാണ്. ഈ കാർസ്, ഹോം അപ്ലയൻസസ് ഇതൊക്കെ എന്ന് പറയുന്നത് ഇതില് എന്താ പറയാ, ഒരുപാട് സ്പെസിഫിക് ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് അല്ലെ. കാർസിൽ തന്നെ പല രീതിയിലുള്ള, ഓരോന്നിനും പല രീതിയിലുള്ള യൂസ് ഉണ്ട്, ഓരോ ഇന്നോവേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ കാർസ്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, അപ്ലയൻസസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു സ്പെസിഫിക് ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് വാങ്ങിക്കുന്ന ആളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒരുപാട് കാര്യങ്ങൾ, അതിന്റെ ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും നമ്മൾ കൺവേ ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ചും കാർസ് ആൻഡ് അപ്ലയൻസസ്, ഇലക്ട്രോണിക് അപ്ലയൻസസ് എന്നൊക്കെ പറയുന്നത് ഒരു കോംപ്ലക്സ് പ്രോഡക്ട്സ് ആണ്. കാരണം അതൊരു പല രീതിയിലുള്ള ടെക്നോളജി അതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഫോർമേറ്റീവ് അഡ്വർടൈസിങ് സ്ട്രാറ്റജിയാണ് ഈ കാർസ് ആൻഡ് അപ്ലയൻസസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് ഈ എഫക്റ്റീവ് അഡ്വർടൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്? എഫക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നിങ്ങൾ പഠിച്ചതായിരിക്കും. കൊഹിനേറ്റീവ്, എഫക്റ്റീവ്, സൈക്കോമോട്ടർ നിങ്ങൾ പഠിച്ചതായിരിക്കും. എന്താണ് എഫക്റ്റീവ്? അതായത് അതായത് ഒരു കമ്പനീസ് പ്ലാനിങ് ദ അഡ്വർടൈസിങ് സ്ട്രാറ്റജി ദാറ്റ് ആർ കണക്ടിങ് വിത്ത് ഇമോഷൻസ്. നമ്മുടെ ഓഡിയൻസിന്റെ ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു അഡ്വർടൈസിങ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നതാണ് എഫക്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഈ ഒരു ലക്ഷൂറിയസ് കാർ, ഫോർ എക്സാമ്പിൾ ഒരു ലക്ഷൂറിയസ് കാർ, ഈ കാറിന്റെ സ്പെസിഫിക് ഫീച്ചർ പറയാതെ, അഡ്വർടൈസ്മെന്റിൽ പറയാതെ, അതൊരു വലിയൊരു ഹിൽസ് നിന്ന് അല്ലെങ്കിൽ ഒരു മലമുകളിൽ നിന്ന് ഇങ്ങനെ ഒരു സ്ലോപ്പ് പോലെയും, അതായത് നമ്മുടെ ഇമോഷൻസിനെ, നമ്മളെ ഒരു അട്രാക്ഷൻ എന്നുള്ള രീതിയിലോട്ടേക്ക് ഒരു പ്രത്യേക ഒരു സ്പെസിഫിക്കലി ഹിൽസിലൂടെ ഇങ്ങനെ വരുന്നതും അതിൻ്റെ ഒരു പ്രത്യേക അതിന്റെ ബെനിഫിറ്റ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഫോക്കസ് ചെയ്യാതെ അതുമായിട്ട് നമുക്കൊരു കണക്ഷൻ, ഒരു ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്ട്രാറ്റജിയാണ് എഫക്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി ഹാബിച്വൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് സ്ട്രാറ്റജി ദാറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് അവർ ഹാബിറ്റ്സ്. നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ
നമ്മള് മെഗാ സീരിയൽസ് നടക്കുന്നത് ഇതിനു വേണ്ടിയിട്ട്, അതായത് കസ്റ്റമറിന്റെ പൊട്ടൻഷ്യൽ ബയേഴ്സിന്റെ ഹാബിറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ഒരു റെഗുലർ ഹാബിറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു അഡ്വർടൈസിങ് പ്ലാൻ ചെയ്യുന്നു. അതായത് ഇപ്പോൾ വൈകിട്ട് 7 മണി തൊട്ടിട്ടാന്ന് തോന്നുന്നു അല്ലെ, 7 to 9:30 അല്ലെങ്കിൽ 10 മണി വരെ മെഗാ സീരിയൽസ്. അപ്പൊ ആ സീരിയൽസിന്റെ ഇടയിൽ അഡ്വർടൈസ്മെന്റ് ഇട്ട് കൊടുക്കുന്നു. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനു വേണ്ടി പൊട്ടൻഷ്യൽ ബയേഴ്സ് അതിനു വേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ സീരിയൽ കാണുന്നതിന്റെ ഇടയിൽ നമ്മൾ അതും കൂടി കാണുന്നു. അതായത് നമ്മുടെ ഒരു ഹാബിറ്റ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള അഡ്വർടൈസിങ് സ്ട്രാറ്റജിയാണ് ഹാബിറ്റ്വൽ സ്ട്രാറ്റജി. ഇനി സാറ്റിസ്ഫാക്ഷൻ സ്ട്രാറ്റജി എന്താ? നിങ്ങൾ ഒരു സിനിമാ നടനുണ്ടല്ലോ, ഞാൻ പേര് മറന്നുപോയി, നമ്മുടെ ഹാർപ്പിക്കിന്റെ പരസ്യത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു പ്രോഡക്റ്റും കൊണ്ട് ഒരു സിനിമാ നടൻ, പേര് മറന്നുപോയി, ഏതാണ് സിനിമാ നടൻ? നിങ്ങൾക്ക് അറിയായിരിക്കും. അക്ഷയ് കുമാർ. ഹിന്ദിയിലാണെങ്കിൽ അക്ഷയ് കുമാർ. എൻ്റെ ഓർമ്മയിലുള്ളത് നമ്മുടെ തമിഴില് ഒരു പഴയകാല അബ്ബാസ്. അതെ, അബ്ബാസ്. പുള്ളി എന്ത് ചെയ്യുന്നു, ഒരു ഹാർപ്പിക്കിന്റെ ഒരു സംഭവമായിട്ട് വരുന്നു, എന്നിട്ട് ക്ലോസറ്റിൽ ഇട്ട് കൊടുക്കുന്നു. അപ്പം അടുത്തിരിക്കുന്ന ആ ഒരു വീട്ടമ്മ എന്ന് പറയുന്ന ആള് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ചെയ്യുന്നു. അതായത് ഒരു പ്രോഡക്റ്റ് ആ ഒരു അഡ്വർടൈസ്മെന്റിലൂടെ സംതിങ് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള രീതിയിലോട്ടേക്ക് പോകുന്നു. അതാണ് സാറ്റിസ്ഫാക്ഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ എന്ന് പറയുന്നത് ഇൻഫോർമേറ്റീവ് സ്ട്രാറ്റജി എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Okay. Mutual fund in India are regulated by UTI, Department for Promotion of Industries and International Trade, SEBI, Department of Financial Services. വേഗം ഒരു മിനിറ്റ്, ഇതിന്റെ ആൻസർ എന്തായാലും നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായിരിക്കും ഇതിന്റെ ആൻസർ? UTI. ഓക്കെ, ഇതിന്റെ ആൻസർ വരുന്നത് കേൾക്കോ, ഇതിന്റെ ആൻസർ വരുന്നത് സെബിയാണ്, UTI അല്ല. UTI എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് ഓഫർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് കേട്ടോ. മ്യൂച്വൽ ഫണ്ട് പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ് UTI. പക്ഷേ ഇന്ത്യയുടെ മ്യൂച്വൽ ഫണ്ട് കംപ്ലീറ്റ്ലി റെഗുലേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും സെബി തന്നെയാണ്. അതിലൊരു സംശയവും വരരുത്. നോക്കിക്കോ, മ്യൂച്വൽ ഫണ്ട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോളിസീസും കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയാണ്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബി 1993 മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, സെബിയാണ് മ്യൂച്വൽ ഫണ്ട് ഇൻ ഇന്ത്യ റെഗുലേറ്റ് ചെയ്യുന്നത്, UTI അല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് പോയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കിക്കോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ റീസൺ ഫോർ manufacturers and retailers to brand their offerings? ഓപ്ഷൻസ് വായിച്ചു നോക്കിയേ. helps to gauge the level of product quality, enables premium pricing, C contributes to corporate identity programs, D informs about the sources of products, E develops customer loyalty. ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ഇതിൽ ഏതായിരിക്കും ഓപ്ഷൻ? ഇതിൽ നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ടത് എന്താണ് ബ്രാൻഡിങ് എന്നുള്ള കോൺസെപ്റ്റാ. മാർക്കറ്റിംഗിൽ എന്താണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ഇതിൽ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ഇ ഉണ്ടോ? ഇ എന്ന് പറയുന്നത് ഉണ്ട് എന്നാ പറഞ്ഞത്. അതെ, ഇ എന്തായാലും ഉണ്ട്, കാരണം കസ്റ്റമർ ലോയലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണല്ലോ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഓപ്ഷനിൽ സി ഒഴികെ ബാക്കി എല്ലാത്തിലും ഇ ഉണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾ ഏതാ ആൻസർ ഐഡന്റിഫൈ ചെയ്യാം? ഓക്കെ, ഞാൻ പറയാം. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി എന്നുള്ളതാണ്. ഓപ്ഷൻ ബി, അതായത് ബി, സി ആൻഡ് ഇ. ഒരാൾ പറഞ്ഞു കസ്റ്റമർ ലോയലിറ്റി എന്തായാലും ഉണ്ട്. കസ്റ്റമർ ലോയലിറ്റി ഇത് പറയുന്നതിന് മുമ്പേ എന്താണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്?
ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ബ്രാൻഡ് ഐഡന്റിറ്റി ഓഫ് എ കമ്പനി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഒരു ബ്രാൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ലോഗോ ആയിരിക്കാം, അല്ലെങ്കിൽ ടാഗ് ലൈൻ എന്തെങ്കിലും ആയിരിക്കാം. ഇപ്പൊ മിൽമ എന്ന് പറയുമ്പോൾ അതിന് ഒരു മിൽമ, നമ്മുടെ മനസ്സിലോട്ടേക്ക് ഒരു ലോഗോ വരുന്നുണ്ട് അല്ലെ, മിൽമ. എനിക്ക് മിൽമന്റെ തന്നെ അല്ലേ മറ്റേ നമ്മുടെ കേരളം കണി കണ്ടുണരുന്ന നന്മ അങ്ങനെ പറയുന്നത്. അങ്ങനെ ഇത്തരത്തില് ടാഗ് ലൈൻ ഇതാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ടാഗ് ലൈൻ കൊടുക്കുന്നത്? അതായത് നമ്മുടെ ഓഡിയൻസുമായിട്ട് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ, ആൻഡ് ഇറ്റ്സ് ലീഡ്സ് ടു ലോയൽ കസ്റ്റമർ. ലോയൽ കസ്റ്റമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വാട്ട് ഇസ് ലോയൽ കസ്റ്റമർ? ലോയൽ കസ്റ്റമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പിന്നെയും ഈ പ്രൊഡക്ട്സ് വാങ്ങിക്കും. അതായത് ഒരു ഭയങ്കര വിശ്വസ്തമായിട്ടുള്ള കസ്റ്റമർ. ആ ഒരു പ്രൊഡക്റ്റിൽ അത്രയും അവർക്ക് വിശ്വസ്തതയുണ്ട്, അവർ വീണ്ടും വന്ന് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കും. അങ്ങനെയുള്ള കസ്റ്റമറാണ് ലോയൽ കസ്റ്റമർ എന്ന് പറയുന്നത്. നോക്കിക്കോ, ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി എന്ന് പറയുമ്പോൾ ബി, സി ആൻഡ് ഇ. ഡെവലപ്പ് കസ്റ്റമർ ലോയലിറ്റി എന്തായാലും ഉണ്ട്, നമ്മൾ പറഞ്ഞു. ബി എന്ന് പറയുന്നത് പ്രീമിയം പ്രൈസിങ്. എന്താണ് പ്രീമിയം പ്രൈസിങ് എന്ന് വെച്ച് കഴിഞ്ഞാല്? വാട്ട് ഈസ് പ്രീമിയം പ്രൈസിങ്? പ്രീമിയം പ്രൈസിങ് എന്താ? നമ്മുടെ പ്രൊഡക്ട്സിന് നമ്മൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെക്കാളും ഹൈ വാല്യൂ, ഹൈ പ്രൈസ് ചാർജ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ഹൈ പ്രൈസ് ചാർജ് ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ ഇടയിൽ ഒരു ധാരണയുണ്ടാവും. അതായത് ഭയങ്കര പ്രോഡക്ട്സ് ആണ്, ഭയങ്കര സംഭവമുള്ള പ്രോഡക്ട്സ് ആണ്. പ്രീമിയം പ്രൈസ് സെറ്റ് ചെയ്യുക, കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈ ലെവൽ ഓഫ് പ്രൈസ് സെറ്റ് ചെയ്യുക, ഇൻ ഓർഡർ ടു ഷോ ദം ദാറ്റ് ഇറ്റ് ഇസ് എ ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്ട്സ്. ഇതാണ് പ്രീമിയം പ്രൈസിങ് എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്. ഹൈ പ്രൈസ്, അതെ, ലക്ഷറി ആയിട്ട്. അപ്പോൾ പ്രീമിയം പ്രൈസിങ് ഇത് ബ്രാൻഡ് ഐഡന്റിറ്റിന്റെ ഒരു റീസൺ തന്നെയാണ്. പിന്നെ അടുത്തത് വരുന്നത് കോൺട്രിബ്യൂട്ട് ടു കോർപ്പറേറ്റ് ഐഡന്റിറ്റി പ്രോഗ്രാംസ്. ആ ഒരു കമ്പനിക്ക് ഒരു പ്രത്യേക ഒരു ഐഡന്റിറ്റി കൊടുക്കുക. സോ ഇതിന്റെ ആൻസർ വരുന്നത് ബി, സി, ഇ. അതായത് ബി എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഇതിന്റെ ആദ്യത്തെ ഓപ്ഷൻ നോക്കിക്കോ, ഹെൽപ്സ് ടു ഗ്വാഗ് ദ ലെവൽ ഓഫ് പ്രൊഡക്റ്റ് ക്വാളിറ്റി. നമ്മൾ ബ്രാൻഡിങ് ചെയ്യുന്നത് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കാണിക്കാൻ, അതൊരു കാരണമായിട്ട് പറയാം. പക്ഷേ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ UGCയിൽ തന്നിരിക്കുന്ന ഓപ്ഷനിലെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പം മിൽമന്റെ പ്രോഡക്ട്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നത് ഒരു പരിധിവരെ ക്വാളിറ്റി കാണിക്കുന്നതാണ്. പക്ഷേ ഒരു മാനുഫാക്ചറിനെയും അല്ലെങ്കിൽ ഒരു റീറ്റെയിലിനെയും സംബന്ധിച്ചിടത്തോളം ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കാണിക്കുന്നതിനേക്കാളും ഇത് പ്രീമിയം പ്രൈസ് എനാബിൾ ചെയ്യുന്നു, കോർപ്പറേറ്റ് ഐഡന്റിറ്റി പ്രോഗ്രാംസിന് ഹെൽപ്പ് ചെയ്യുന്നു, ആൻഡ് കസ്റ്റമർ ലോയലിറ്റി. ഇനി ഈ ബ്രാൻഡിങ് ചെയ്യുന്നത് സോഴ്സ് ഓഫ് പ്രൊഡക്റ്റ് എവിടുന്ന് വന്നതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ? കുറച്ച് നമുക്കാണെന്ന് പറയാം. പക്ഷേ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ദാറ്റ് ഇസ് ബി, സി ആൻഡ് ഇ. അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് പോയിക്കോട്ടെ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് പോവാം. ഒരു മിനിറ്റ്. ഓക്കെ, ഓക്കെ, നമ്മളെ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ആണ്. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഞാൻ ഇത് ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല, നിങ്ങൾ ഇതൊന്ന് മാച്ച് ചെയ്തിട്ട് 1 മിനിറ്റ് സമയം കൊണ്ട് ജസ്റ്റ് ഒന്ന് മാത്രം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടും. ഇത് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും കിട്ടുന്നതാണ്. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? എന്തായിരിക്കും ഇതിന്റെ ആൻസർ? ആർക്കും ആൻസർ കിട്ടുന്നില്ല? ഒരാൾക്ക് പോലും? ഓക്കെ, ഞാൻ പറഞ്ഞു. ഓക്കെ, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് 1 മിനിറ്റ് ഞാൻ തരൂലേ. നമുക്കത്രയും ഒരുപാട് സമയം, നമുക്ക് UGC നെറ്റിൽ ആകെ 1 മിനിറ്റാണ് ഓരോ ക്വസ്റ്റ്യനും കിട്ടുക. അപ്പോൾ നമുക്കൊരുപാട് സമയം
ആ രീതിയിൽ വേണം നിങ്ങൾ പ്രാക്ടീസും ചെയ്യാൻ വേണ്ടിയിട്ട്. ഡി, അതെ, ഡി എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഡി എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. നോക്കിക്കോ, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ഗോയിങ് കൺസേൺ? അക്കൗണ്ടിങ് ഗോയിങ് കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഗോയിങ് കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ബിസിനസ് ഇസ് എ ഗോയിങ്, ദാറ്റ് മീൻസ് ബിസിനസ് ഒരു നെവർ എൻഡിങ് കോൺസെപ്റ്റ് ആണ് ബിസിനസ് എന്ന് പറയുന്നത്. ബിസിനസ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. അതെ, ബിസിനസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇൻഫിനിറ്റി ആണ്, അതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഇന്ന് ഇന്നത്തേക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്. ബിസിനസ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഗോയിങ് ആണ് ബിസിനസ് എന്ന് പറയുന്നത്, ഗോയിങ് ആണ്. നോക്കിക്കോ, ആൻഡ് ഇൻഅപ്രോപ്രിയേറ്റ്, ഇതിന്റെ ആൻസർ വരുന്നത് ഡി തന്നെയാണ്. എ എന്ന് പറയുന്നത് 3. ആൻഡ് ഇൻഅപ്രോപ്രിയേറ്റ് അസംഷൻ ഫോർ ഫേം അണ്ടർ ഗോയിങ് ബാങ്ക്രപ്റ്റസി. ബാങ്ക്രപ്റ്റസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇതൊരു ലീഗൽ പ്രോസസ് ആണ്. അതായത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഡിക്ലെയർ ചെയ്യപ്പെടുകയാണ്, ദേ ആർ അണേബിൾ ടു പേ ദർ ഡെറ്റ്സ്. അത് ഭാവിയിൽ, അതായത് ഇങ്ങനെ ഓരോ വർഷവും ഇങ്ങനെ ബിസിനസ് ആ ഒരു രീതിയിലോട്ടേക്ക് പോവും എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ ഇതിൽ ഇൻഅപ്രോപ്രിയേറ്റ് അസംഷൻസ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു അസംഷൻസ് ഇൻഅപ്രോപ്രിയേറ്റ് ആണെന്നാണ് ഇതിൽ പറയുന്നത്. അതായത് ഇവിടെ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അണ്ടർ ഗോയിങ്, ദ ഫേം അണ്ടർ ഗോയിങ്, അതായത് ഗോയിങ് കൺസേൺ. അപ്പോൾ എ എന്ന് പറയുന്നത് 3 എന്നുള്ള ഓപ്ഷനാണ്. ബിസിനസ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. എന്താണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്? വാട്ട് ഈസ് കൺസിസ്റ്റൻസി? കൺസിസ്റ്റൻസി എന്താ? നമ്മൾ ഒരു അക്കൗണ്ടിങ്ങിൽ നമ്മൾ അക്കൗണ്ടിങ്ങിൽ എന്ത് തന്നെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ഇപ്പോൾ ഡിപ്രീസിയേഷൻ ഒരു തവണ SLR സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് അടുത്ത വർഷം നമുക്ക് നെക്സ്റ്റ് ഇയറിലോട്ടേക്ക് നമുക്ക് റിഡ്യൂസ്ഡ് ബാലൻസ് മെത്തേഡ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അതായത് നമ്മൾ എന്ത് തന്നെ റെക്കോർഡ് ചെയ്യുമ്പോഴും ദർ ഷുഡ് ബി എ കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. ഒരു മിനിറ്റ്, സ്റ്റിക്ക് ടു ദ സെയിം, അത് തന്നെയാണ്. കോസ്റ്റ് കൺസെപ്റ്റ് ഇവിടെ പറയുന്നത് ഇത് പ്രധാനമായിട്ടും അസറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ്. കോസ്റ്റ് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അസറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു അസറ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടതുണ്ട്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അതെ, വാങ്ങിച്ച വിലക്കാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അതാണ് കോസ്റ്റ് കൺസെപ്റ്റ്. സോ C4. ഇവിടെ നിങ്ങൾ ഇത്രയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. A3 ആണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആൻസർ കിട്ടി. മെറ്റീരിയാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അതായത് എന്ത് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ എന്ത് ഈവൻസും വരുമ്പോഴും ഇറ്റ്സ് ബേസ്ഡ് ഓൺ സം എവിഡൻസിന്റെ ബേസിലായിരിക്കണം. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ചെക്ക് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വാലിഡിറ്റി ഉണ്ടായിരിക്കണം. അതാണ് അവിടെ പറയുന്നത്. സോ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് പോവാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദ ഓൺലി പർപ്പസ് ഓഫ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഇസ് ടു, ഇതിൽ 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇത് ട്രൂ എന്താണ്, കറക്റ്റ് ആണോ? ഓപ്ഷൻസും തന്നിട്ടുണ്ട്. നോക്കിക്കോ. ദ ഓൺലി പർപ്പസ് ഓഫ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഇസ് ടു കോർഡിനേറ്റ് ആക്ടിവിറ്റീസ് ഓഫ് മൂവിംഗ് പ്രോഡക്ട്സ് ഫ്രം ദ ഫാക്ടറി ടു കസ്റ്റമർ. സ്റ്റേറ്റ്മെന്റ് 2, ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഇസ് ഓൺലി ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മാർക്കറ്റിംഗ് ഫംഗ്ഷൻ. എന്താണ് ഇതിന്റെ ആൻസർ വരിക? 1 മിനിറ്റ് സമയം തരാട്ടോ. 10 മിനിറ്റ്. എന്തായിരിക്കും ഇതിന്റെ ആൻസർ വരുന്നത്? കുറെ ആള് ഊഹിച്ചിട്ടുണ്ടാവും. അതെ, ബി തന്നെയാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഇത് രണ്ടും റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു മിനിറ്റ്. രണ്ടും റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലോജിസ്റ്റിക് മാനേജ്മെന്റിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഫാക്ടറിയിൽ നിന്ന് കസ്റ്റമറിലേക്ക് മൂവ് എന്ന ആ ഒരു പ്രോസസ്സ് മാത്രമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അത് മാത്രമൊന്നല്ല. മൂവിങ് പ്രോഡക്ട്സ് ഫ്രം ഫാക്ടറി ടു കസ്റ്റമർ എന്ന് മാത്രമല്ല.
പകരം എന്തൊക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട്? സ്റ്റോറേജ് അടങ്ങിയിട്ടുണ്ട്, ഇൻവെന്ററി കൺട്രോൾ അടങ്ങിയിട്ടുണ്ട്, ഓർഡർ ഫുൾഫിൽമെന്റ് അടങ്ങിയിട്ടുണ്ട്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിൽ ഈ ഒരു ഫാക്ടറിയിൽ നിന്ന് മൂവ് ചെയ്യാന്നുള്ള പ്രോസസ്സ് മാത്രമല്ല ലോജിസ്റ്റിക് മാനേജ്മെന്റിൽ നടക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻവെന്ററി കൺട്രോൾ, സ്റ്റോറേജ്, ഓർഡർ ഫുൾഫിൽമെന്റ് ആൻഡ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. അടുത്ത എന്താ പറയുന്നത്? ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇസ് നോട്ട് ഓൺലി ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മാർക്കറ്റിംഗ് ഫംഗ്ഷൻ. ക്വസ്റ്റ്യൻ എന്താ? ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ഫംഗ്ഷന്റെ ഓൺലി ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മാർക്കറ്റിംഗ് ഫംഗ്ഷന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും അല്ല. ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡിപ്പാർട്ട്മെന്റൽ എഫേർട്സ് ആണ്. അതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? പലവിധ ഓപ്പറേഷൻസ് അടങ്ങിയിട്ടുണ്ട്. പ്രൊക്യൂർമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കളക്ഷൻ ചെയ്യുക, സെയിൽസ് ചെയ്യുക, സ്റ്റോറേജ് ചെയ്യുക, അങ്ങനെ ഒരു മൾട്ടി ഡിപ്പാർട്ട്മെന്റ്. ഫിനാൻസ് അടങ്ങിയിട്ടുണ്ട്. ഒരു മൾട്ടി ഡിപ്പാർട്ട്മെന്റൽ എലമെന്റ്സ് ആണ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഇൻകറക്റ്റ്. കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏകദേശം നമുക്കിങ്ങനെ മനസ്സിലായ, ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് പോവാട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. വിച്ച് ഈസ് ദ ലീഗൽ ഫ്രെയിംവർക്ക് ഗവേണിംഗ് ദ റീജിയണൽ റൂറൽ ബാങ്ക്? ഓപ്ഷൻസ് വന്നിരിക്കുന്നത് RRB ആക്ട് 1976, RRB ആക്ട് 1966, സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 1989, ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949, ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. ഓപ്ഷൻസ് ഇത്രയുണ്ട്. ഓപ്ഷൻ A ആൻഡ് D, ഓപ്ഷൻ B എന്ന് പറയുന്നത് B ആൻഡ് D, ഓപ്ഷൻ C A ആൻഡ് C, D എന്ന് പറയുന്നത് B ആൻഡ് E. ഇതിലൊരു ട്രിക്ക് പറഞ്ഞുതരാം. RRB ആക്ട് നിലവിൽ വന്ന വർഷം ഏതാ? RRB റീജിയണൽ റൂറൽ ബാങ്ക് നിലവിൽ വന്ന വർഷം ഏതാണ്? അതെ, 1976 ആണ്. സോ എന്തായാലും ഓപ്ഷൻ A ഉണ്ടാവും. അതായത് Aയും ഉണ്ടാവും, Cയും ഉണ്ടാവും. ഇനി നിങ്ങൾ നോക്കേണ്ടത് D ഉണ്ടോ C ഉണ്ടോ എന്ന് മാത്രമാണ്. D, അതായത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആണോ സ്മോൾ ഇൻഡസ്ട്രിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണോ എന്നാണ് നിങ്ങൾ ഇനി ചെക്ക് ചെയ്യേണ്ടത്. ഏതായിരിക്കും ഇതിന്റെ ആൻസർ? A റീജിയണൽ. യെസ്, C ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതിന്റെ കറക്റ്റ് ആൻസർ പറയുന്നത് സോറി C ആണോ? C ആണ് ഇതിന്റെ ആൻസർ. അല്ല, സോറി, C അല്ല ഇതിന്റെ ആൻസർ കേട്ടോ. C അല്ല ഇതിന്റെ ആൻസർ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്. അതായത് റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് 1976ഉം ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949ഉമാണ് ഇതിന്റെ ആൻസർ വരുന്നത്. അതെ, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ആയിട്ട് Aയും Tയും വരുന്ന ആൻസർ, അതായത് ഓപ്ഷൻ A ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, RRB ആക്ടിന്റെ പ്രധാനപ്പെട്ട എയിം എന്തായിരുന്നു? RRB ആക്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം നമ്മുടെ റൂറൽ ഏരിയാസിലുള്ള ബാങ്കിങ് ആക്ടിവിറ്റീസ് എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു RRB എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1975 RRB എസ്റ്റാബ്ലിഷ് ചെയ്തത്. നമുക്ക് നമുക്കിപ്പോൾ ഒരുപാട് ബാങ്കിങ് ഫീൽഡിൽ ഒരുപാട് മെർജിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പൊ എത്ര RRBs ഉണ്ട് കറന്റ്ലി? വി ഹാവ് ഹൗ മെനി RRBs ഇൻ ഇന്ത്യ? നമുക്കിപ്പോ കറന്റ്ലി 43 RRBs ആണ് കേട്ടോ ഉള്ളത്. 43 RRBs. അതിൽ തന്നെ കേരളത്തിലുള്ള ഒരേയൊരു RRB ഏതാണ്? കേരളത്തിലുള്ള ഒരേയൊരു RRB സിൻഡിക്കേറ്റ് ബാങ്ക് സ്പോൺസർ ചെയ്തിട്ടുള്ള, അറിയോ ഏതാണെന്ന്? ഇല്ല. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. സിൻഡിക്കേറ്റ് ബാങ്ക് സ്പോൺസർ ചെയ്തിട്ടുള്ള ഗ്രാമീൺ ബാങ്ക് ആണ്, കേരള ഗ്രാമീൺ ബാങ്ക്.
കേരള ഗ്രാമീൺ ബാങ്ക് ആണ് കേരളത്തിലുള്ള ഒരേ ഒരു RRB എന്ന് പറയുന്നത്. കേരള ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുമ്പോൾ നോർത്ത് ഗ്രാമീൺ ബാങ്കും ഉണ്ട്, സൗത്ത് ഗ്രാമീൺ ബാങ്കും ഉണ്ട് കേട്ടോ. കേരള ഗ്രാമീൺ ബാങ്ക് ആണ് കേരളത്തിലുള്ള ഒരേ ഒരു RRB എന്ന് പറയുന്നത്. കറന്റ്ലി വി ഹാവ് 43 RRBs. അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക്. ഓക്കെ, arrange the following steps in logical sequences in recourse to dishonoring a negotiable instruments. Negotiable instruments dishonor ചെയ്യുമ്പോൾ, ഡിസോണർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നിരസിക്കുക ചെയ്യുന്ന സമയത്തുള്ള ലോജിക്കൽ സീക്വൻസസ്, ലോജിക്കൽ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ഞാൻ ചോദിക്കാം, എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്? നമ്മുടെ നാളെ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ കേട്ടോ, അറിയുന്ന ആൾക്കാര്. നമ്മുടെ ചെക്ക്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ഇതൊക്കെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട. ഓക്കെ, അപ്പോ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ചെക്ക് ഡിസോണർ ചെയ്യുന്ന സമയത്ത് ഉള്ള സ്റ്റെപ്സ് ഏതാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും ഇതിന്റെ ആൻസർ? അറിയോ ആർക്കെങ്കിലും? ഓപ്ഷൻ എ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. പറയാം, ഇതിൽ നിങ്ങൾ ആകെ ഒരു കാര്യം മാത്രം ഐഡന്റിഫൈ ചെയ്താൽ മതി കേട്ടോ. അതായത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിന്റെ കേസിലായിക്കോട്ടെ, ഇപ്പൊ ചെക്ക് ആയിക്കോട്ടെ, ഏത് ചെക്ക് ആയാലും ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയാലും എന്ത് തന്നെ ആയാലും, ഇപ്പൊ ഒരു ചെക്കിന്റെ കേസിൽ അവിടെ ഡ്രോയർ ഉണ്ട്, ഡ്രോയി ഉണ്ട്, പേ ഉണ്ട്. ഒരു ചെക്കിന്റെ കേസിലുള്ള ഡ്രോയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ അത് എഴുതുന്നത്, ആരാണോ മേക്കർ ഓഫ് ദ ചെക്കാണ് ഡ്രോയർ എന്ന് പറയുന്നത്. ഡ്രോയി എന്ന് പറയുന്നത് ആരാ? ഹു ഇസ് ഡയറക്റ്റഡ് ടു പേ. ഡ്രോയി എന്ന് പറയുന്നത് ബാങ്കർ ആയിരിക്കും. ആൻഡ് ഹോൾഡർ ഓഫ് ദ ചെക്ക്, പേ എന്ന് പറയുന്നത് ആരായിരിക്കും? ആർക്കാണോ ആ ചെക്ക് കിട്ടേണ്ടത് അവരാണ് പേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ പിന്നെ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇതിന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇങ്ങനെ ചെക്ക് ഡിസോണർ ആയി കഴിഞ്ഞാൽ നമ്മൾ പേ ചെക്കും കൊണ്ട് പോവാണ് ഡ്രോയിന്റെ അടുത്ത്. അതായത് പൈസ കിട്ടേണ്ട ആള് ചെക്കും എടുത്തിട്ട് ബാങ്കിന്റെ അടുത്തേക്ക് പോവാണ്. അപ്പൊ ബാങ്ക് പറയുന്നു ഇത് ഡിസോണർ ആയി പോയി, ഇത് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ മേക്കർ ഓഫ് ദ ചെക്ക് അവർക്ക് നോട്ടീസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ചെക്ക് ഡിസോണർ ആയി പോയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നോട്ടീസ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോ ഒരു ഷെയർ, നമ്മുടെ ഷെയർ മറന്നുപോയല്ലോടോ ഞാൻ, ഷെയർ ക്യാൻസലേഷൻ, ഫോർഫീച്ചർ ഓഫ് ഷെയർസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന സ്റ്റേജ് എന്താ? നോട്ടീസാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിന്റെ കേസിലും. ഡിസോണർ ആയി പോവുകയാണെങ്കിൽ ഫസ്റ്റ് കൊടുക്കേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോട്ടീസ് ഓഫ് ഡിസോണർ ആണ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നോട്ടിംഗ്. അതായത് ഒരു പ്രോമിസറി നോട്ടോ അല്ലെങ്കിൽ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചോ ഡിസോണർ ആയി പോവുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ ഇത് നോട്ടറി പബ്ലിക്കിന്റെ മുമ്പിലായിട്ട് ഇങ്ങനെ ഒരു ചെക്ക് ഡിസോണർ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ നോട്ടറി പബ്ലിക്കിന്റെ മുമ്പിൽ നോട്ട് ചെയ്യേണ്ടതുണ്ട്. അതായത് അതിന്റെ മുകളിൽ ഒരു പേപ്പർ അറ്റാച്ച് ചെയ്ത് വെക്കാം, ചെക്കിന്റെ മുകളിലോ അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ മുകളിലോ പ്രോമിസറി നോട്ട്, ഇങ്ങനെ ഒരു ചെക്ക് ഡിസോണർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒറ്റ മിനിറ്റ്, നമുക്ക് നോട്ടറി പബ്ലിക്കിന്റെ മുമ്പിൽ നോട്ടിങ് ചെയ്ത് വെക്കാം. അടുത്തത് വരുന്നത് നമ്മൾ പ്രോമിസറി നോട്ട് അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് നോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇത് നോട്ടറി പബ്ലിക് എന്ത് ചെയ്യേണ്ടത്? സർട്ടിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ഒന്ന് ഡിസോണർ ആയിട്ടുണ്ട്, നോട്ടഡ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഡിസോണറിന്റെ നോട്ടീസ് കൊടുക്കുക. അടുത്തത് നോട്ടറി പബ്ലിക്കിന്റെ മുമ്പിൽ നോട്ടിങ് ചെയ്യുക. ഇത് നോട്ടറി പബ്ലിക് എന്ത് ചെയ്യുന്നു? നോട്ട് ചെയ്തിട്ട് ഡിസോണർ ആയി എന്ന് നോട്ട് ചെയ്തതിന് ശേഷം നോട്ടറി, അടുത്തത് വരുന്നത് നമുക്ക് നോക്കാം. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് അത് നോട്ടറി പബ്ലിക് സർട്ടിഫൈ ചെയ്യേണ്ടതുണ്ട്. അതിനെയാണ് പ്രൊട്ടസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോമ്പൻസേഷൻ ആണ്. കോമ്പൻസേഷൻ അതായത് പേയർക്ക് അവരുടെ
ചെക്കിന്റെ എമൗണ്ട് കിട്ടാണ്ട് നിൽക്കുമ്പോൾ ആരാണോ ചെക്ക് മേക്ക് ചെയ്തത് അവരെന്ത് ചെയ്യേണ്ടതുണ്ട്, കോമ്പൻസേഷൻ പേ ചെയ്യേണ്ടതുണ്ട്. ഒന്നിക്കൽ അവർ ഡിമാൻഡ് ചെയ്യുന്നത്രയും കോമ്പൻസേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ അത് ഇറ്റ് ഡിപ്പെൻസ്, കോമ്പൻസേഷൻ കൊടുക്കണം. ഇനി പെനാലിറ്റീസ്, ചെക്ക് ഡിസോണർ ആയതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ വരാം, ഒന്നിക്കൽ 2 year ഇംപ്രിസ്മെന്റ് ഫോർ 2 years, 2 വർഷത്തിൽ കൂടാൻ വേണ്ടി പറ്റില്ല. ഫൈൻ എമൗണ്ട് എത്രയാണ്, ട്വൈസ് ദ എമൗണ്ട് ഓഫ് ദ ചെക്ക്, ചെക്കിന്റെ എമൗണ്ടിനേക്കാളും ചെക്കിന്റെ എമൗണ്ടിന്റെ നേരെ ഇരട്ടി. ചില സിറ്റുവേഷനിൽ ഇത് രണ്ടും വരാം. ഇത്രയുമാണ് നമ്മുടെ ചെക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഡിസോണർ ചെയ്യുമ്പോഴുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നിങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നിക്കൽ N2 കോഡിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. N2 ദാറ്റ് ഇസ് നോട്ടീസ് ഓഫ് ഡിസോണർ, നോട്ടിംഗ് ദാറ്റ് ഇസ് N2. P എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റിംഗ്, PCP. ഒരു മിനിറ്റ്, P. ഓക്കെ, നോട്ടീസ് ഓഫ് ഡിസോണർ, നോട്ടിംഗ്, പ്രൊട്ടസ്റ്റിംഗ്, കോമ്പൻസേഷൻ ആൻഡ് പെനാലിറ്റീസ്. ഈ രീതിയിൽ പഠിച്ചു വെക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഏതാണ്? ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ എന്നുള്ളതാണ്. ഈ ഡിസോണർ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ള ആൻസർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് പോവാം. The doctrine of caveat-emptor applies in which of the following situation? Options നോക്കുക. When goods are sold by description, when goods are sold by sample, when goods are sold under implied conditions and warranties. D, when the buyer does not intimate the purpose to the seller and depends upon his own skill and judgment. എന്തായിരിക്കും ഇതിന്റെ ആൻസർ? ആർക്കെങ്കിലും അറിയോ ഇതിന്റെ ആൻസർ എന്താന്ന്? ഓക്കെ, ഇതിന്റെ ആൻസർ വരുന്നത് കേട്ടോ ഒരാള്, ഓപ്ഷൻ ഡി എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഒരു മിനിറ്റ്. ഇനി എന്താണ് കവറ്റംറ്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്? കവറ്റംറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? let the buyer beware. It's the responsibility of the buyer to check the quality of the products. ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഇത് ബയറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ആ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി എൻ്റെ എൻ്റെ ആവശ്യത്തിന് കണക്കായിട്ടുള്ള പ്രോഡക്ട്സ് ആണോ എന്നുള്ളത് ഫിറ്റ് ചെയ്യേണ്ടത് ബയറിന്റെ ചുമതലയാണ്. ലെറ്റ് ദ ബയർ ബിവെയർ എന്നുള്ളതാണ് കവറ്റംറ്റർ എന്ന് പറയുന്നത്. ഓപ്ഷൻസ് ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കുക. വെൻ ഗുഡ്സ് ആർ സോൾഡ് ബൈ ഡിസ്ക്രിപ്ഷൻ, അത് ഇതിലുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. വെൻ ഗുഡ്സ് ആർ സോൾഡ് ബൈ സാമ്പിൾ, കവറ്റംറ്റർ അപ്ലൈ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാമ്പിൾ അതുമല്ല. നോക്കിക്കേ, ഈ മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, വെൻ ഗുഡ്സ് ആർ സോൾഡ് അണ്ടർ ഇംപ്ലൈഡ് കണ്ടീഷൻസ് ആൻഡ് വാറന്റീസ്. എന്താണ് ഈ ഇംപ്ലൈഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്? ഇംപ്ലൈഡ് കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ ഒരു ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ ബയർക്കും സെല്ലർക്കും ഒരുപോലെ റൈറ്റ്സ് ഉണ്ട്. അതായത് സെല് ചെയ്യപ്പെടുന്ന ഗുഡ്സ് നല്ലതാണോ അത് ആര് എൻഷുർ ചെയ്യണം? സെല്ലറും എൻഷുർ ചെയ്യണം, ബയറും എന്ത് ചെയ്യണം? എനിക്ക് കിട്ടിയിട്ടുള്ള പ്രോഡക്ട്സ് നല്ലതാണോ എന്നുള്ളത് ബയറും എൻഷുർ ചെയ്യണം. ഇംപ്ലൈഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയാ, ഇൻ കേസ് എന്തെങ്കിലും ഡിഫക്ട്സ് ഓഫ് പ്രൊഡക്ട്സ് വരികയാണെങ്കിൽ അവിടെ ആ കോൺട്രാക്ട് അവിടെ ക്യാൻസൽ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്, ഇംപ്ലൈഡ് കണ്ടീഷൻസ്. ഇനി ഇംപ്ലൈഡ് വാറന്റി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ചെയ്യപ്പെടുന്നത്? എഗ്രീഡ് പാർട്ടിക്ക് കോമ്പൻസേഷൻ ആണ് അവിടെ കൊടുക്കുന്നത്, അല്ലാണ്ട് ആ ഒരു കോൺട്രാക്ട് അവിടെ ക്യാൻസൽ ചെയ്യപ്പെടുന്നില്ല. നോക്കിക്കോ, ലാസ്റ്റ് ഇത് വെൻ ദ ബയർ ഡസ് നോട്ട് ഇന്റിമേറ്റ് ദ പർപ്പസ് ടു ദ സെല്ലർ ആൻഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹിസ് ഓൺ സ്കിൽ ആൻഡ് ജഡ്ജ്മെന്റ്. അല്ലെ, ബയർ എന്ത് ചെയ്യുന്നു? അയാളുടെ ഓൺ സ്കിൽ, അയാളുടെ സ്വന്തം സ്കിൽ ആൻഡ് ജഡ്ജ്മെന്റ് ഉപയോഗിച്ചിട്ടാണ് ഗുഡ്സ് വാങ്ങിക്കുന്നത്. അയാൾ സെല്ലറിനോട് പറയുന്നില്ല. ദ ബയർ ഇസ് നോട്ട് മെൻഷനിങ് ദ ഇന്റിമേഷൻ, അവർ എന്തിനു വേണ്ടിയിട്ടാണ് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് എന്നുള്ള ഒരു പർപ്പസ് സെല്ലറോട് പറയുന്നില്ല. സോ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോം ഓഫ് മാർക്കറ്റ് ഓർഗനൈസേഷൻ ഇസ് ദ മോസ്റ്റ് prevalent in the manufacturing sector? Option A, perfect competition. Option B, monopolistic competition. Option C, oligopoly. Option D, duopoly. ഏതായിരിക്കും ഇതിന്റെ ആൻസർ? സി,
അതെ, ഒളിഗോ മാർക്കറ്റിംഗ് മാനുഫാക്ചറിങ് സെക്ടേഴ്സിൽ റിലവൻ്റ് ആയിട്ടുള്ള ഫോം ഓഫ് മാർക്കറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ പ്രത്യേകത എന്താ? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ആൻഡ് ബയേഴ്സ് ആണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഉള്ളത്. അതേപോലെ ഹോമോജീനിയസ് പ്രോഡക്ട്സ് ആണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ വരുന്നത്. പിന്നെ ഇനി മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷന്റെ പ്രത്യേകത എന്താ? അവിടെയും ഒരുപാട് ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ആൻഡ് ബയേഴ്സ് ഉണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താ? പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്നുള്ളതാണ്. ഒളിഗോപ്പൊളി മാനുഫാക്ചറിങ് സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് ഫ്യൂ സെല്ലേഴ്സ് എന്നുള്ളതാണ്. ഒരു കുറച്ച് സെല്ലേഴ്സ് മാത്രമേ മാനുഫാക്ചറിങ് സെക്ടേഴ്സിലുള്ളൂ. ഒളിഗോ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഫ്യൂ, പൊളി എന്ന് പറയുന്നത് സെല്ലർ, ഡ്യുവോ എന്ന് പറയുന്നതിന്റെ അർത്ഥം രണ്ട്, പൊളി എന്ന് പറയുന്നത് സെല്ലർ. സോ ഫ്യൂ സെല്ലേഴ്സ്, മാനുഫാക്ചറിങ് സെക്ടേഴ്സിൽ ഫ്യൂ സെല്ലേഴ്സ് ആണുള്ളത്. അതുകൊണ്ട് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഒളിഗോപ്പൊളി, ഫ്യൂ സെല്ലേഴ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The practice of setting a price target by the firm and then developing a product that would allow the firm to maximize total profits at that price is called prestige pricing, price lining, price matching, value pricing. ഏതായിരിക്കും ഇതിന്റെ ആൻസർ വരുന്നത്? നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണിത്. നമ്മൾ 15 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ആൻസർ ഏതായിരിക്കും? വാല്യൂ പ്രൈസിങ്. ഇതിന്റെ ആൻസർ വരുന്നത് ബി, പ്രൈസ് ലൈനിങ് എന്നുള്ളതാണ്. പ്രൈസ് ലൈനിങ് ആണ് ഇതിന്റെ ആൻസർ. നോക്കിക്കോ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഫസ്റ്റ് എന്ത് ചെയ്യുന്നത്? ഒരു ഫേം ഒരു പ്രൈസ് ടാർഗറ്റ് സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ഈ പ്രോഫിറ്റ്, ഈ പ്രൈസിലേക്ക് എത്തുന്ന രീതിയിൽ ഫസ്റ്റ് ഫേം ഒരു 10 രൂപ, ഒരു സോപ്പ് പ്രൊഡ്യൂസ് ചെയ്യാൻ 10 രൂപ എന്നുള്ളതിൽ സെറ്റ് ചെയ്യുന്നു. ആ പ്രൈസിലേക്ക് എത്തുന്ന രീതിയിലോട്ടേക്ക് പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്ത് പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്തിട്ട് ടോട്ടൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന ആ ഒരു സെറ്റിംഗ്, ഒരു പ്രൈസിനെയാണ് എന്ത് പറയുന്നത്? പ്രൈസ് ലൈനിങ് എന്ന് പറയുന്നത്. ഇനി പ്രസ്റ്റീജ് പ്രൈസിങ് എന്ന് പറയുന്നത് എന്താ? അവിടെ ഒരു പ്രസ്റ്റീജ്, നമ്മുടെ ഒരു ലക്ഷറി എന്നുള്ള ഒരു ടേം എവിടെയെങ്കിലും ക്വസ്റ്റ്യനിൽ കാണണം, എന്നാൽ മാത്രമേ പ്രസ്റ്റീജ് പ്രൈസിങ് വരുള്ളൂ. പ്രൈസ് മാച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അവിടെ നമ്മളൊരു മാർക്കറ്റിലുള്ള രണ്ട് പ്രോഡക്ട്സ് തമ്മിലുള്ള ഒരു മാച്ചിങ് എന്നുള്ള, രണ്ട് പ്രോഡക്ട്സ് തമ്മിൽ ഒരുപോലെ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരണം. അതിവിടെ വന്നിട്ടില്ല. വാല്യൂ പ്രൈസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വാല്യൂ, അതായത് we are pricing the products on the basis of the value that we are getting from that products. ആ പ്രോഡക്ട്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാല്യൂന്റെ ബേസിൽ പ്രൈസ് സെറ്റ് ചെയ്യുന്നു. ഇവിടെ എവിടെയെങ്കിലും വാല്യൂന്റെ ബേസിൽ അല്ലെങ്കിൽ അതിന്റെ ഫീച്ചറിന്റെ ബേസിലാണ് പ്രൈസ് സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇത് വാല്യൂ പ്രൈസിങ് അല്ല. ഇതിന്റെ ആൻസർ വരുന്നത് പ്രൈസ് ലൈനിങ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ മുമ്പിൽ ഇനിയിപ്പോൾ ഒരു മാസമേ ഉള്ളൂ. ആ ഒരു മാസം യൂസ് ചെയ്തിട്ട് മാക്സിമം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ബി ജെന്യുയിൻ. നമ്മൾ പ്രിപ്പറേഷനിൽ ജെന്യൂനിറ്റി കാണിക്കുക, എന്നാൽ മാത്രമേ നമുക്ക് JRFയിലേക്കും നെറ്റിലേക്കെല്ലാം എത്തിച്ചേരാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്ത് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ നിർത്താണ്. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചെങ്കിലും, ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല, എന്നാലും കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് നിങ്ങളിലോട്ടേക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ ലെഫ്റ്റ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.